വിജയിച്ചിരിക്കുന്നത്. 363 വോട്ടുകൾക്കാണ് വൈഷ്ണവ് സുരേഷ് മുട്ടട വാർഡിൽ ജയിച്ചിരിക്കുന്നത്. ആദ്യം ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മത്സരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പിന്നീട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പിന്നീട് അനുകൂലമായ ഉത്തരവ് നൽകി, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. അങ്ങനെ മത്സരത്തിനിറങ്ങി വൈഷ്ണവ് സുരേഷ്. കന്നി മത്സരത്തിന് 21 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈഷ്ണവ് സുരേഷ് ഇതാ മുട്ടട വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ് 363 വോട്ടുകൾക്ക് വൈഷ്ണവ് സുരേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയായി ഇപ്പോൾ വരുന്നത്. 363 വോട്ടുകൾക്ക് ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഇതാ ലീഡ് തിരിച്ചു പിടിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. 18 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 16ഇടത്തേക്ക് ഇപ്പോൾ NDA മാറിയിരിക്കുന്നു. 16ഇടത്തേക്ക് NDA മാറിയിരിക്കുന്നു. 16ഇടത്തേക്ക് NDA മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതാ LDF തിരിച്ചു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF തിരിച്ചു വരുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 35ഇടത്ത് UDF, 37ഇടത്ത് UDF, 37ഇടത്ത് LDF എന്ന നിലയിൽ ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇതാ LDFന്റെ ആ തേരോട്ടം ഒതുങ്ങി ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് മാറുന്നു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF ലീഡ് തുടരുന്നു. തൃശൂർ കോർപ്പറേഷനിൽ ലീഡ് തുടരുന്നു. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിടത്ത് തുടരുകയാണ് UDF. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ UDFന്റെ മുന്നേറ്റം 43ഇടത്താണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇതാ പോളിംഗ് 1.5 മണി അല്ലെങ്കിൽ വോട്ടെണ്ണൽ അതിന്റെ 1.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇഞ്ചോടിഞ്ച് നേരത്തെ ഒറ്റ കുതിരയായി പാഞ്ഞ LDFനെ ഇതാ UDF ഇനി പിടിച്ചു കെട്ടുമോ? ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ് തദ്ദേശത്തിലെ ആദ്യ അട്ടിമറിയുന്ന രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വൈഷ്ണവ് സുരേഷിന്റെ വിജയം എന്തായാലും UDFനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്, വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കോടതിയിൽ പോകുന്നു, അനുകൂല വിധി നേടിയെടുക്കുന്നു. ആ രീതിയിൽ മികച്ച വിജയം നേടുന്നു. അട്ടിമറി വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആന്റണി നേരത്തെ സൂചിപ്പിച്ച പോലെ 21 വയസ്സാണെന്ന് തോന്നുന്നു വൈഷ്ണവയുടെ പ്രായം. എന്തായാലും ആ നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു യുവജനത്തിന്റെ പ്രതീകമായി നിന്ന് മത്സരിച്ച വൈഷ്ണവ് സുരേഷ് മികച്ച വിജയം, അട്ടിമറി വിജയം നേടുന്നു. UDFന്റെ അഭിമാന വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. UDFന് ഏറ്റവും ശക്തമായ, ഏറ്റവും നിർണായകമായ ഒരു ജയമെന്ന് തന്നെ അട്ടിമറി വിജയമാണ് വൈഷ്ണവ് സുരേഷിന്റെ എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരത്തു നിന്നും D ബിനോയ് ചേർന്നു വിശകലനങ്ങളുമായി. ബിനോയ്, വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥിത്വം, ഹൈക്കോടതി വരെ എത്തിയ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയമ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥിയായി അവിടെ പ്രചരണം മുഴുവൻ കൃത്യമായി പൂർത്തിയാക്കി അവസാനം വിജയം നേടിയിരിക്കുന്നു വൈഷ്ണവ് സുരേഷ്. UDFന് വലിയൊരു നേട്ടമല്ലേ ബിനോയ് ഇത്? തീർച്ചയായിട്ടും UDFന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു വലിയ നേട്ടമാണ്. കാരണം വൈഷ്ണവ് സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കുന്നതിന് വേണ്ടി മേയർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ആളുകളെ വിട്ട് വീട്ടിൻ്റെ നമ്പർ ഉൾപ്പെടെ എടുപ്പിച്ചത് തന്നെ വലിയ വിഷയമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് മുട്ടട എന്ന് പറയുമ്പോൾ മുൻ മേയർ ചന്ദ്രികയുടെ വാർഡാണ്. അവിടെ മുട്ടടയിൽ CPIMൻ്റെ കോട്ടയാണ്. ആ കോട്ടയിൽ കോൺഗ്രസിൻ്റെ വലിയ ആധിപത്യം, അതായത് 300ലധികം വോട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് ജയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നടന്നിരിക്കുന്ന ഒരു അട്ടിമറിയാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു കടന്നുകയറ്റമാണ്. വൈഷ്ണവെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവയാണ് ആദ്യ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണ രംഗത്തെത്തുന്നത്. പ്രചാരണ രംഗത്തെത്തിയപ്പോൾ തന്നെ LDF കോട്ടകളിൽ വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പരാജയത്തിന്റെ പാതയിലേക്ക് LDF എത്തുമെന്ന് ഒക്കെ അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. ആ സമയത്താണ് വൈഷ്ണവ് സുരേഷിനെതിരെ വലിയ തരത്തിലൊരു നീക്കം നടത്തിയത്. വീട് നമ്പരുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന വീട് മത്സരിക്കുന്ന വാർഡ്
പാടില്ലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിപ്പിക്കുന്നു. പിന്നീട് കോടതി ഇടപെടുന്നു. കോടതി ഇടപെട്ട് കൃത്യമായ അന്ത്യശാസനത്തിലൂടെ തന്നെ വൈഷ്ണവ് സുരേഷ് മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വൈഷ്ണവ് സുരേഷ് വിജയിച്ചിരിക്കുന്നു. UDFന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചില ചലനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിന്റെ ചില കയറ്റം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായൊരു മാറ്റം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു. ഈ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടുകൾ എണ്ണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയം കൂടി കഴിയുമ്പോൾ മാത്രമേ വ്യക്തമായൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും കോൺഗ്രസിന് അവർ പ്രതീക്ഷിച്ചിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരുപക്ഷെ ഭരണത്തിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ പോലും വലിയ തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും വൈഷ്ണവ് സുരേഷിന്റെ വിജയത്തിലൂടെ. കാരണം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വൈഷ്ണവ് സുരേഷിനെയും വിജയിപ്പിച്ച് നഗരസഭയിൽ എത്തിക്കണം എന്നൊരു വലിയ ആഗ്രഹം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ചിട്ടയായ ഒരു പ്രവർത്തനം, അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനം മുട്ടടയിൽ നമ്മൾ കണ്ടു. മുട്ടട അതായത് തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാനപ്പെട്ട വാർഡുകളുണ്ട്. തമ്പാനൂര്, മുട്ടട, പാളയം, ഇങ്ങനെ തുടങ്ങുന്ന വഞ്ചിയൂര്, കണ്ണുമൂല. ഈ 5 വാർഡുകളിൽ ഈ 5 വാർഡുകളും CPMന്റെ ഏറ്റവും വലിയ കോട്ടയാണ്. ആ കോട്ടയിൽ ഒന്നിൽ നിന്നാണ് കോൺഗ്രസിന്റെ യുവ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒട്ടുമിക്ക സമരങ്ങളിലും മുന്നണി പോരാളിയായി ഇന്ന് പോരാടുന്ന വൈഷ്ണവ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഒപ്പം നിന്ന് പോരാടിയപ്പോൾ ജനമനസ്സറിഞ്ഞുകൊണ്ട് വൈഷ്ണയ്ക്ക് ഒരു അംഗീകാരമായി നൽകി. അങ്ങനെ വൈഷ്ണവ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് എല്ലാവരും, അതായത് LDFും NDAയും ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. പല പ്രമുഖരും, അതായത് കോൺഗ്രസിൻ്റെയും NDAയുടെയും പല പ്രമുഖരും ഇതുവരെയായും പിന്നിലാണ്. പ്രത്യേകിച്ചും ശബരിനാഥിൻ്റെ അവിടെ നിന്നുള്ള വോട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ശ്രീലേഖ, മുൻ DGP ശ്രീലേഖ മത്സരിക്കുന്നിടത്ത് അവർ കുറച്ചു നേരത്തെ പിന്നിലായിരുന്നു. അങ്ങനെ പ്രമുഖർ പലരും പിന്നിലാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ വൈഷ്ണവ് വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം UDFന്റെ ഒരു പല സ്ഥലങ്ങളിലും, ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ UDFന്റെ ഒരു തരംഗം സൃഷ്ടിക്കാൻ, UDFന്റെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പല ഗ്രാമപഞ്ചായത്തുകളിലും UDFന്റെ ഒരു കടന്നുകയറ്റം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. LDFും UDFും ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഗ്രാമപഞ്ചായത്തുകളുണ്ട്. BJPയും കാര്യമല്ലാത്ത തരത്തിൽ ചില പ്രതിരോധങ്ങളൊക്കെ സൃഷ്ടിച്ച ചില സ്ഥലങ്ങളിൽ കയറി വരുന്നു. പക്ഷേ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് വലിയ തരത്തിലുള്ള ഒരു മാറ്റം UDFിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDFന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു തരംഗം കൊല്ലം കോർപ്പറേഷനിൽ, കൊല്ലം ജില്ലയിൽ. കാരണം പുനലൂരും കൊട്ടാരക്കരയിലും ഒക്കെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ UDFന്റെ ഒരു വലിയ തരത്തിലുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കും തരത്തിലേക്കാണ് ഇപ്പോൾ ലീഡ് കടന്നു വരുന്നത്. കൊല്ലത്തിന്റെ ഗ്രാമപഞ്ചായത്തുകളിൽ അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയിലെത്തിയാൽ പത്തനംതിട്ട ജില്ലയിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ UDFന്റെ ഒരു കടന്നുകയറ്റം നടക്കുന്നു. LDFന്റെ കടന്നുകയറ്റമുണ്ട്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട നഗരസഭയിൽ STPയുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തിയിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പത്തനംതിട്ട നഗരസഭ. ആ പത്തനംതിട്ട നഗരസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റുകളുടെ പിന്തുണ SDPI LDFന് നൽകിയിരുന്നു. ആ 3 SDPI വലിയ ആധിപത്യം സ്ഥാപിക്കുന്നു. ഏറ്റവും വലിയൊരു ആധിപത്യം കണ്ടുവരുന്നുണ്ട്. പുതിയ വിവരങ്ങളിലേക്ക് ആന്റണി, പുതിയ വിവരങ്ങൾ പറയൂ ആന്റണി. ഐലൻഡ് നോർത്ത് വാർഡിൽ കൊച്ചി കോർപ്പറേഷനിൽ BJP ജയിച്ചിരിക്കുന്നു. അവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ്, UDF നേതാവ് ആന്റണി കുരീത്തറ അവിടെ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ആന്റണി കുരീത്തറ പ്രതിപക്ഷ നേതാവ്, കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറയെ തോൽപ്പിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ